നമസ്കാരം, വെൽക്കം ടു ഷിംസ് ക്യൂസ് വേൾഡ്. ഇന്ത്യയിലെ നദികളുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ട നദി? കാവേരി. എവിടെ വെച്ചാണ് അളകനന്ദ നദിയും ഭാഗീരഥി നദിയും സംഗമിച്ച് ഗംഗ എന്ന പേര് സ്വീകരിക്കുന്നത്? ദേവപ്രയാഗ്. ഭാഗീരഥി നദിയിൽ നിർമ്മിച്ച തെഹ്രി അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. തുംഗഭദ്ര, മൂസി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യയിലെ നദി? ടീസ്റ്റ. ഏത് നദിയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി? യമുന. ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്? നർമ്മദ. വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി? ഗോദാവരി. ദക്ഷിണഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി? കാവേരി. പാതാളഗംഗ, തെലുങ്ക് ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി? കൃഷ്ണ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? മഹാനദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. എന്നാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്? 2008 നവംബർ. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇപ്പോഴത്തെ പേരെന്ത്? യമുന. ഇന്ത്യയിലെ ഏറ്റവും ജലസമൃദ്ധമായ നദി ഏത്? ബ്രഹ്മപുത്ര. സാങ്പോ എന്ന പേരിൽ ടിബറ്റിൽ അറിയപ്പെടുന്ന നദി ഏത്? ബ്രഹ്മപുത്ര. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? കോസി. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ത്രിവേണി സംഗമം. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി? ബ്രഹ്മപുത്ര. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി? സിന്ധു നദി. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി? സിന്ധു നദി. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി? സത്ലജ്. സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട്? ഭക്രാനങ്കൽ. പ്രാചീന രേഖകളിൽ ഐരാവതി എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്ന നദി? രവി. താങ്ക് യു.